മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇയാളെ എന്തിനാ കെട്ടിയെടുത്തേ? നാളെ കാണാണ്ടായപ്പോ ഞാൻ കരുതി ശല്യം തീർന്നു. ഇങ്ങോട്ടാ കെട്ടുകിട്ടിയതെന്ന് അറിഞ്ഞില്ല. സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം, അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. ഞാൻ ചിരിച്ചു പോയി. വലിയ തമാശ കേട്ട മാതിരി. ഗായത്രി പ്രസിഡന്റ് ആയിക്കോട്ടെ, അന്ന് നമുക്ക് ഇവരോടൊക്കെ പകരം ചോദിക്കണം. കറക്റ്റ്. ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. സമ്മതിക്കേണ്ടി വരുമോ ഇല്ലയോ? വരുമോ ഇല്ലയോ? ചേട്ടാ വിടുവിട്, ഞാൻ എടുത്തോളാം. ഒരുമാതിരി ബൂർഷുകളുടെ ധാർഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ പോയാ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. ആണ് വയനാട് വന്ന് മത്സരിക്കുന്നത് പറയൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയായ ഒരാൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഏത് നിയോജക മണ്ഡലത്തിലും ഏത് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മുടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഞാൻ സമ്മതിച്ചെടുകളെ. ഭരണഘടനാ അവകാശമാണ്. അതിനെ എങ്ങനെ ചോദ്യം ചെയ്യും? അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരു 7 വർഷം ഒരു ഏതെങ്കിലും ഒരു വലിയ നേതാവ് ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. കാര്യമാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പോ വല്ല ബോംബ് ഉണ്ടാക്കുമ്പോ പൊട്ടിപ്പോകുന്നു വല്ല. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പൊന്നെ ഉദാഹരണല്ലേ പറയണേ. പ്രശ്നം ഉണ്ടാകുന്നു, 2 വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ നമ്മുടെ മാന്നാർ മത്തായില് പറയുമല്ലോ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന്. അതുപോലെ അയ്യോ അവര് കഴിഞ്ഞ ആഴ്ചയെ പാർട്ടിയിൽ ഇല്ലാത്തവരാണ്, നമ്മളുമായിട്ട് അതെന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല, യാതൊരു ബന്ധമില്ല, അത് പോയെന്ന് പറയും. ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്താ മണ്ടക്കാരൻ പറഞ്ഞു? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.